8.5 മണിക്കൂർ 9 മണിക്കൂർ മിക്കവാറും 8 മണിക്കൂറോളം ഡെയിലി 8 മണിക്കൂർ സ്തോത്രം. അതേ അന്യഭാഷകൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു ബ്രദർ DGS ദിനകരൻ. വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ പെരുവിഴ അല്ലെങ്കിൽ പേരിൻപ പെരുവിഴ എന്നറിയപ്പെടുന്നതായ ഫെസ്റ്റിവൽ ഓഫ് ജോയ് എന്ന ദൂത് മെറീന ബീച്ചിൽ നടക്കുകയാണ്. അതിൻ്റെ ആ ദിവസത്തെ പ്രസംഗം ബ്രദർ ദിനകരനാണ്. 8 മണിക്കൂർ വാച്ചു നോക്കാതെ അന്യഭാഷ പറഞ്ഞ്, അന്യഭാഷയിൽ പാടി, അന്യഭാഷയിൽ സ്തുതിച്ച്, അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ആ ദേവദാസൻ ആ മീറ്റിങ്ങിന് വേണ്ടി ആദ്യ ദിവസം എത്തി. പല രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, പല ചീഫ് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. സ്തോത്രം. പല രാഷ്ട്രീയക്കാർ, പല ചീഫ് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് സ്തോത്രം ആ മീറ്റിങ്ങിന് അദ്ദേഹത്തിന് ശുശ്രൂഷിപ്പാൻ ടൈം കിട്ടിയില്ല. എല്ലാം കൂടെ 40 മിനിറ്റ്. ആ 40 മിനിറ്റിൽ 20 മിനിറ്റ് താൻ പ്രസംഗിച്ചു. 20 മിനിറ്റ് പ്രസംഗിച്ചു. 20 മിനിറ്റ് ഓട്ടർ കോൾ കൊടുത്ത് ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ജസ്റ്റ് 40 മിനിറ്റ്സ്. 20 മിനിറ്റ് പ്രസംഗിച്ചു. 20 മിനിറ്റ് സ്തോത്രം ഓട്ടർ കോൾ കൊടുത്ത് ബ്രദർ ദിനകരൻ പ്രാർത്ഥിച്ചു. 2 ലക്ഷത്തോളം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ആ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി. 40 മിനിറ്റ് ഹെവൻ ഓൺ ദ എർത്ത്, സ്വർഗം ഭൂമിയിൽ അനുഭവിക്കുന്ന ആത്മസന്തോഷം അനുഭവിച്ച് ജനം വീട്ടിൽ പോയപ്പോൾ അവൻ്റെ അപ്പൻ വീട്ടിൽ വരുന്നത് കണ്ട് ഇപ്രകാരം പറഞ്ഞു, പാപ്പാ നീ മീറ്റിംഗ് വന്നിട്ട്, നീ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നു, പക്ഷെ നിൻ്റെ വീൽ ചെയർ എന്തിയേ? പാപ്പാ മീറ്റിംഗ് കഴിഞ്ഞ് നീ വീട്ടിൽ വന്നു, പക്ഷെ നിൻ്റെ വീൽ ചെയർ എന്തിയേ? കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി, ദൈവ മഹത്വം ആ ഗ്രൗണ്ടിൽ ഇറങ്ങി ചലിക്കുമ്പോൾ സാഹചര്യം മറന്ന്, താൻ മുടന്തനാണെന്ന് പോലും മറന്ന് ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് നടന്ന് വീട്ടിൽ വന്നെങ്കിൽ നിന്റെ ശബ്ദം പെന്തിക്കോസ്തി ശബ്ദമല്ല, നിന്റെ ശബ്ദം ദൈവ ശബ്ദമാകട്ടെ. നിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ ക്യാൻസറുകൾ ഉരുകട്ടെ. നിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ കൂടോത്രം തകരട്ടെ. നിന്റെ ശബ്ദത്തിന് മുൻപിൽ പാപക്കെട്ടുകൾ തകരട്ടെ. നിന്റെ ശബ്ദത്തിന് മുൻപിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഗ്രഹങ്ങൾ, വേശ്യാഗ്രഹങ്ങൾ പ്രാർത്ഥനാ ഗ്രഹങ്ങളാകട്ടെ. നിന്റെ ശബ്ദത്തിന് മുൻപിൽ ഈ പട്ടണത്തിൽ സിനിമാ തിയേറ്ററുകൾ ആരാധന ആലയങ്ങളായി തീരട്ടെ. നിന്റെ ശബ്ദത്തിന് മുൻപിൽ അത്ഭുത അടയാളങ്ങൾ, വിവിധ വീരപ്രവർത്തികൾ നടക്കട്ടെ. കാണാം, ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം അഡ്വാൻസ് ചെയ്യുന്നു.